ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാനിപ്പോ എന്റെ ഈ ചാനൽ മോണിറ്റൈസ് ആയ കാര്യം നിങ്ങളോട് പറയാണ്. അതായത് എന്റെ ഈ ചാനൽ മോണിറ്റൈസറായി. അപ്പൊ അതില് എന്തിട്ട് കുറെ കണ്ണേടിയുള്ള കുറെ പേര് ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങി. ഞാനിപ്പോ കൂടുതൽ ഈ ഈ ചാനലിൽ ഞാൻ ലൈവുകളെ ചെയ്യാറ്. അപ്പൊ അതിലെ അവന്മാര് നമുക്കെതിരെ മോശമായ കമന്റ് ഇടും, കുറെ തെറിയുടെ കമന്റ് ഇടും. നമ്മളത് കണ്ട നമ്മള് റിയാക്ട് ചെയ്യും. നമ്മൾ അങ്ങനെ നല്ല പേര് നമ്മളും തിരിച്ചു പറയും. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോണ്ടല്ല, ഈ ലൈവിലിടുന്ന മെസ്സേജസ് ഒന്നും ആർക്കും കാണാൻ പറ്റില്ല. വെറുതെ നമ്മൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് മാത്രമേ വന്നത്. അതെനിക്കിപ്പോ ഒരു ഇതായിട്ട് തോന്നാണ്. കാരണം ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് തെറി പറയണോ, അപ്പൊ നമ്മളതിന് തിരിച്ചും തെറി പറയണോ. കാരണം ഇത് ആരാ പറയണെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ അതെനിക്കിപ്പോ എന്തോ ഒരു മോശക്കേടായിട്ട് തോന്നുന്നുണ്ട്. മോശക്കേടെന്നല്ല, കാര്യം ആ വീഡിയോസ് ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മുടെ നല്ല തെറി നമ്മൾ പറയും. ആ തെറി പറയുന്നതിന്റെ കാരണം ഇവന്മാര് ഈ ലൈവില് വന്ന് മെസ്സേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. പക്ഷെ ആ മെസ്സേജ് ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ വെറുതെ ഇരുന്ന് തെറി പറയണു, ആ ഒരു രീതിയിലാണ് അവർ കാണുന്നുള്ളൂ. അപ്പൊ അതെന്തായാലും ഞാനിനി ശ്രദ്ധിക്കാൻ പോവാണ്. കാരണം ആറാട്ടണ്ണൻ ഇപ്പൊ പറയല്ലേ, പുള്ളിക്ക് നോ പറയാൻ അറിയില്ലെന്ന്. അതേപോലെ തന്നെ തെറി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് തെറി പറയേണ്ടി എനിക്ക് അറിയില്ല. ഞാനത് പഠിക്കാൻ പോവാണ്. കാരണം ഇനി ഇനി വരുന്ന അത് എന്റെ അടുത്ത് പലരും പറയുന്നുണ്ട്, എടാ ഈ എന്ത് കമന്റ്സ് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെ എനിക്കത് പറ്റല്ല. കാരണം ലൈവില് ഒന്ന് ഇങ്ങനെയുള്ള മരം നിർപ്പിക്കുമ്പേ നമുക്കത് പറ്റണില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും ഇനി ഞാൻ അതിലേക്ക് നോക്കാണ്. കാരണം ഇനി വരുന്ന കമന്റുകളൊന്നും ഞാൻ റിയാക്ട് ചെയ്യണില്ല. മോശം കമന്റ്സ് ഇട്ടാ മോശം കമന്റുകളൊന്നും ഞാൻ റിയാക്ട് ചെയ്യല്ല. അങ്ങനെ വിചാരിച്ചു. പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിപ്പോ നമുക്ക് എന്തൊരു പറഞ്ഞത്, നമുക്ക് അറിയാൻ പാടാത്ത പല കാര്യങ്ങളും ഇവന്മാര് വളരെ മറ്റേ അവരോട് ചർച്ചെന്നും പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കല്ല. അതായത് എന്തായാലും ഇനി ഈ പേജിൽ തെറിവില് ഉണ്ടാവാൻ കുറവായിരിക്കും. ഉണ്ടാവില്ല ഞാൻ പറയല്ല, പക്ഷെ കുറവായിരിക്കും, വളരെയധികം കുറവായിരിക്കും. കാരണം ഇന്നാള് തന്നെ എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു, അവര് മറ്റേ വീട്ടിലെ കമ്പ്യൂട്ടറിലിട്ട കാണുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ തെറി പറയുന്നുണ്ടല്ല, അത് അവർക്ക് ഒരു മോശക്കേടല്ലേ. കാരണം അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് ഇരുന്ന് കാണുകയാണെങ്കിൽ നമ്മള് തെറി പറയുമ്പോ എന്തായിരിക്കും അവരുടെ അവസ്ഥ. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം പറഞ്ഞു, ഞാനത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ശ്രമിക്കും, പരമാവധി ഞാൻ ശ്രമിക്കും. കാര്യം ഇനി കഴിഞ്ഞുള്ള കമന്റുകൾക്കോ മോശം കമന്റുകൾക്കോ ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ല. പിന്നെ നമ്മളെ പ്രകോപിപ്പിച്ചാലും നമ്മള് അതായത് ഇപ്പൊ എങ്ങനെ പറഞ്ഞ വായിൽ കഴിയിട്ട ആരായാലും കടിക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ് എനിക്കിപ്പോ പറയാനുള്ളത്. പക്ഷെ ഞാനത് ശ്രമിക്കും, അത്ര തന്നെ. എന്തായാലും ഈ തെരുവിലൊക്കെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചോണെ. എന്തോ എന്തോ വയ്യാണ്ടായിരുന്നല്ല, എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാരണം ഈ വീഡിയോ കാരണം നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഈ തെരുവിൽ നിർത്തണമെന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇനിയിപ്പോ തെരുവില് ഈ പേജില് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആരും എന്ത് പ്രതികരിച്ചാലും നമ്മൾ പ്രതികരിക്കല്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. ശരി, അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇനി ഈ ഗ്രൂപ്പില് ഇനി ഈ ചാനലില് തെരുവിളി എന്ന് പറയുന്ന സംഭവം ഞാൻ പരമാവധി കുറയ്ക്കും. കാരണം തെറി വിളിക്കേണ്ടതാണ് എന്റെ ആഗ്രഹം. പക്ഷെ അകാരണമായി പലരും പ്രകോപിപ്പിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ. കാരണം ഇനി പറയുന്നൊക്കെ ഞാൻ ഒന്ന് മാറി ചിന്തിക്കാൻ പോവാ. കാരണം പ്രകോപിപ്പിക്കുന്ന പറഞ്ഞാൽ അവന്മാർക്ക് പറ്റാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് പറ്റി, അതിനുള്ള കണ്ണേടി അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളത്. എന്തായാലും ഈ തെരുവിൽ ഈ പേജില് ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം. ഒഴിവാക്കും.